ചെമ്പനീർപ്പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മദ്യപിച്ചെത്തിയ സുധി നമ്മുടെ അരുൺ സാറിനോട് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. താൻ എന്തിനാ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഊതിപ്പിച്ചത്? എന്നെ കൊണ്ടല്ലേ ഊതിപ്പിക്കേണ്ടത്, ഞാനല്ലേ കുടിച്ചത്? നിങ്ങൾ മര്യാദക്ക് ആനന്ദിനോട് മാപ്പ് പറഞ്ഞു. ആനന്ദ് കുടിച്ചിട്ടില്ല, പിന്നെ അയാളെ കൊണ്ട് ഊതിപ്പിച്ചത് ശരിയല്ല. മാപ്പ് പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറയുമ്പോഴേക്കും അരുണ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. എന്താണോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. എന്റെ ഭാര്യ എന്നെ പറ്റിച്ചു, എന്നോട് ഒരുപാട് കള്ളം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുടിച്ചു. എന്റെ കൂട്ടുകാരൻ കുടിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ അവനെ കൊണ്ട് ഊതിപ്പിച്ചു. അതുകൊണ്ട് മര്യാദക്ക് നിങ്ങൾ അവനോട് സോറി പറയണം എന്ന് വീണ്ടും വീണ്ടും സുധി പറയുവാണ്. ആനന്ദ് സുധിയോട് പറയുന്നുണ്ടേ, സുധി നമുക്ക് പോകാം, അവർ പിടിച്ച് നമ്മളെ ജയിലിലിടും, നീ വാടാന്ന് പറഞ്ഞ് ആനന്ദ് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും സുധി സമ്മതിക്കുന്നില്ലേ. ഇല്ലടാ, നിനക്ക് ന്യായം മേടിച്ചു തരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല, നിന്നോട് അവർ സോറി പറയണം. എടാ പോലീസുകാരാ, മര്യാദക്ക് എൻ്റെ കൂട്ടുകാരനോട് സോറി പറയാമെന്ന് സുധി പറയുമ്പോഴേക്കും അരുണ് ഒന്നുകൂടെ ദേഷ്യം വരുവാണേ. താൻ എന്താണ് ഇപ്പം എന്നെ വിളിച്ചത്? എടാന്നോ? പോലീസുകാരെയൊക്കെ എങ്ങനെയാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, സാർ ക്ഷമിക്കണം സാർ, അവൻ നല്ലോണം കുടിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ വായ തോന്നിയതൊക്കെ, ബോധമില്ലാതെ വിളിച്ചു പറയുവാന്ന് പറയുമ്പോഴേക്കും അരുൺ പിന്നെ ക്ഷമിക്കുന്നില്ല. അരുൺ പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവനെ ബോധം തെളിയട്ടെ, എന്നിട്ടേ ഇവൻ ഇനി ഞാൻ വീട്ടിലോട്ട് വിടത്തുള്ളൂ, പിടിച്ച് ജീപ്പിൽ കയറ്റിടുമെന്ന് കോൺസ്റ്റബിളിനോട് പറയുവാണേ. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, സാർ പ്ലീസ് സാർ, സ്റ്റേഷനിലോട്ടൊന്നും കൊണ്ടുപോവല്ലേ, അവന് ബോധം ഇല്ലാനിട്ടാ സാർ, അത് പിന്നെ റെഡി ആയിക്കോളും എന്ന് പറയുമ്പോഴേക്കും അരുൺ പിന്നെ ഒന്നും കേൾക്കുന്നില്ല. അരുൺ ദേഷ്യക്കാരനാണല്ലോ, സുധിയെ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുവാണ്. അപ്പോൾ മീര വന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ശ്രുതി അതൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ മീര പറയുന്നുണ്ട്, എത്ര നാൾ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കും, ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ കഴിക്കും, പക്ഷേ എൻ്റെ ശ്രുതി കഴിച്ചാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ശ്രുതി അതൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുന്നുണ്ടാവും. നിങ്ങൾ അമ്മയെന്ന നിലയ്ക്ക് ചന്ദ്ര ആൻറ്റിയും ഭാര്യ എന്ന നിലയ്ക്ക് നീയും ശ്രുതിയെ അങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, അവൻ നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മീര ശ്രുതി വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയോട് വിളിക്കാൻ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇനി ഞാൻ വിളിക്കത്തൊന്നുമില്ല, ശ്രുതിയായിട്ട് ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും മീര പറയും, രണ്ടുപേരും ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇനി ഉണ്ടാവും തോന്നുന്നില്ല, ആരെങ്കിലും ഒരാൾ വിളിച്ച് സംസാരിച്ചാലേ ഈ പ്രശ്നമൊക്കെ തീരുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇനി വിളിക്കട്ടെ, ഞാൻ ഇനി അങ്ങോട്ടേക്ക് വിളിക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ മീര പറയും, ശ്രുതിക്കിപ്പോൾ നിന്നോട് നല്ല ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാവും, അവൻ എങ്ങനെ വിളിക്കാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല മീരെ, ശ്രുതിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, ശ്രുതിക്ക് ഒരിക്കലും എന്നെ വെറുക്കാൻ സാധിക്കില്ല, അതെനിക്കറിയാം, ഞാനും അത്രയധികം ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. ഞാൻ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്നൊക്കെ ശ്രുതി പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ ശ്രുതിക്ക് വേണ്ടി കളയും, നഷ്ടപ്പെടുത്തും, പക്ഷേ ശ്രുതിയെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റും എന്ന് പറഞ്ഞാൽ ഉറച്ച വാശിയിൽ ശ്രുതി അങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നിങ്ങനെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിലും ശ്രുതി അങ്ങനെ തന്നെ റോട്ടിൽ കിടന്ന് കാണിച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. എൻ്റെ സുഹൃത്തിനോട് സോറി പറയണം, നിങ്ങൾ എന്തിനാണ് അവനെ കൊണ്ട് ഊതിപ്പിച്ചത് എന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുവാണ് ശ്രുതി പോലീസ് സ്റ്റേഷനിൽ കിടന്ന്. നിനക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയില്ലടാ, മിണ്ടാതിരിക്കാൻ കഴിയില്ലടാ എന്ന് പറഞ്ഞാൽ അരുൺ സാറ് ദേഷ്യപ്പെടുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ എന്നെ എടാന്നൊക്കെ വിളിക്കുന്നത്, ഞാൻ എത്ര ഡിഗ്രി ഉണ്ടെന്നറിയോ, എനിക്ക് എത്രത്തോളം പഠിപ്പുണ്ടെന്നറിയോ എനിക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി തൻ്റെ ഡിഗ്രിയുടെ ലിസ്റ്റൊക്കെ എടുത്ത് കാണിക്കുവാണ്. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എത്രയൊക്കെ ഡിഗ്രി ഉണ്ട്, എത്രയൊക്കെ പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, തനിക്ക് ബുദ്ധിയില്ലല്ലോ, മര്യാദക്ക് അവിടെ മിണ്ടാതിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും അതന്നെ പറയുവാണ്, നിങ്ങൾ കുടിക്കാത്ത എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ഊതിപ്പിച്ചു, നിങ്ങൾ സോറി പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾക്ക് കുടിക്കണ ഒരാളെയും കുടിക്കാത്ത ഒരാളെയും കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കുവാണേ. അപ്പോൾ അരുൺ ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട്, ഇനി നീ വായ തുറന്ന ഞാൻ ആരാണെന്ന്, എൻ്റെ സ്വഭാവം എന്താണെന്ന് നീ അറിയും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്നെ എന്ത് ചെയ്യും, നിങ്ങൾ തല്ലോ, എന്നെ പേടിപ്പിക്കുവാണോ, ഭീഷണിപ്പെടുത്തുവാണോ, എൻ്റെ അനിയനെങ്ങാനും ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ അവൻ ആരാണെന്ന് നിനക്കറിയില്ല, എൻ്റെ ദേഹത്ത് കൈവച്ചാൽ നിങ്ങൾ അവൻ്റെ സ്വഭാവം അറിയും എന്നൊക്കെ പറയുമ്പോഴേക്കും അരുൺ ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട്. ആരാടാ നിൻ്റെ അനിയൻ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അനിയൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാൻ ഈ സ്റ്റേഷനിലാണെന്ന് അവനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ കാര്യം പിന്നെ പോക്കാന്ന് ശ്രുതി പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും അരുൺ ഒന്നുകൂടെ ദേഷ്യം വരുവേ, പോലീസുകാരനോട് നീ തട്ടിക്കയറുന്നോടാ, എന്നാൽ നീ ആരാണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ, നിൻ്റെ അനിയൻ ആരാണെന്നും എനിക്കറിയണം, എടോ ഇവൻ്റെ ഷർട്ടൊക്കെ ഊരി അവിടെ കൊണ്ട് മൂലക്ക് കൊണ്ട് ഇരുത്തെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഷർട്ടൊക്കെ ഊരിയിട്ട് ശ്രുതിയെ ഒരു മൂലക്ക് കൊണ്ട് ഇരുത്തുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ഷർട്ട് ഇങ്ങോട്ട് താ സാർ പ്ലീസ് സാർ, എൻ്റെ ഷർട്ട് താന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, കണ്ടോ ഡ്രസ്സ് ഊരിയപ്പോഴേക്കും അവൻ്റെ സാർ വിളിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ബഹുമാനം തരാൻ
നിനക്ക് അറിയാലേ, ഇനി അവിടെ വായടച്ച് പോയിരിക്കുക, നിൻ്റെ അനിയൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ നിന്നെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്നും പോവാണേ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അവിടെ കിടന്ന് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആനന്ദ് കുടിച്ചിട്ടില്ല, ആനന്ദിനെ കൊണ്ട് നിങ്ങൾ എന്തിനാ ഊതിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. സച്ചിയാണെങ്കിൽ സുധിയെ കാണാത്തതിനുള്ള ടെൻഷനിലാണ്. ഷോറൂമിൽ പോയപ്പോൾ അവിടെയും സച്ചി സുധിയെ കണ്ടില്ലല്ലോ. അപ്പോൾ ഈ വിവരം രവീന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ്. ഈ സുധി ഇത് എവിടെ പോയി, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആനന്ദ് വരുവാണ് വീട്ടിലോട്ട്. സുധിയെ പോലീസ് പിടിച്ചോണ്ടും പോയി എന്ന് ആനന്ദ് പറയുമ്പോഴേക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഷോക്കാവുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, പോലീസ് പിടിച്ചെന്നോ, എന്തിന്, കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, അതൊന്നുമല്ല, അവൻ രാവിലെ എന്നെ വിളിച്ചു ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞായിരുന്നു, ഞാനും പോയി. അപ്പോൾ അവൻ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, ആകെ തകർന്നിരിക്കുക, ബാറിൽ പോയി കുടിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ വല്ലാതെ ഞെട്ടുന്നുണ്ട്. ബാറിൽ പോയി കുടിക്കാമെന്നോ, അതിനവൻ ആ ശീലമൊന്നും ഇല്ലല്ലോ, അന്ന് പാർട്ടിയിൽ വെച്ച് അറിയാതെ കുടിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ടേ, അവനങ്ങനെ കുടിക്കത്തൊന്നുമില്ല, അവൻ കുടിക്കാറുമില്ല, പക്ഷേ അവൻ, ഞാൻ പറഞ്ഞില്ലേ, ആകെ തകർന്നിരിക്കുക, ശ്രുതിനെ ആലോചിച്ച് നല്ല ടെൻഷനും സങ്കടവും എല്ലാം ഉണ്ട് അവന്. ഇപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ബാറിൽ ചെന്നില്ലെങ്കിൽ അവൻ വേറെ വല്ലയിടത്തും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയുവാണ് ആനന്ദ്. വീട്ടിലോട്ട് തിരിച്ചു പോയി കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ്, അവൻ കേൾക്കുന്നില്ല, അവൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവൻ്റെ കൂടെ ബാറിൽ പോയതെന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല, ബാറിൽ പോയി കുടിച്ചതിന് അവൻ എന്തിനാ പോലീസ് പിടിച്ചുകൊണ്ടും പോയതെന്ന് ചോദിക്കുവാണ്. ബാറിൽ എന്തെങ്കിലും അവൻ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ബാറിലും അവൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടായിരുന്നു, ഒരുപാട് മദ്യപിച്ചായിരുന്നു, നിർബന്ധിച്ചിട്ടൊന്നും വരുന്നില്ല. ലാസ്റ്റ് ഞാൻ വലിച്ച് വണ്ടി കയറ്റി വീട്ടിലോട്ട് വിടാൻ വേണ്ടി കൊണ്ടുവന്ന വഴിക്ക് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു റോട്ടിൽ, അവർ എന്നെ കൊണ്ട് ഊതിപ്പിച്ചായിരുന്നു, ഞാൻ കുടിച്ചിട്ടില്ല, എന്നോട് പൊയ്ക്കോ എന്ന് അവർ പറഞ്ഞതാ. പക്ഷേ സുധി സമ്മതിച്ചില്ല. അതെന്താ, കുടിക്കാത്ത ഒരാളെ കൊണ്ട് ഊതിപ്പിക്കുന്നത് ശരിയല്ല, മര്യാദക്ക് ആനന്ദിനോട് സോറി പറയാമെന്ന് പറഞ്ഞ് റോട്ടിൽ കിടന്ന് പോലീസിനോട് ഭയങ്കര ബഹളമായിരുന്നു എന്നൊക്കെ ആനന്ദ് പറയുവാണ്. രവീന്ദ്രൻ ആകെ വിഷമമാവുകയാണ്. എന്തൊക്കെയാണ് ഇവൻ കാണിച്ചു കൂട്ടുന്നത്, ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എനിക്ക് ആലോചിച്ചിട്ട് തലവേദന എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെയൊന്നും വിഷമിക്കല്ലേ, ഇതൊരു ചെറിയ കേസല്ലേ, ഞാൻ പോയി വിളിച്ചോണ്ടും വരാം. ആനന്ദേ, ഏത് സ്റ്റേഷനാണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനാണെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ വിഷമിക്കല്ലേ, ഞാൻ പോയി കൂട്ടിയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും വരാടാ, നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ വരുന്നേ, ഇത് ഞാൻ കൊണ്ടുവരാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, അവൻ മദ്യപിച്ചിരിക്കുക, അവൻ നിന്നോടും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ വരും, ഞാനും കൂടെ വരാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് വരാം, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൂടെ രവീന്ദ്രനും പോവാണ്. സച്ചി അപ്പോൾ ആനന്ദിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവൻ കുറച്ച് കുടിച്ചപ്പോൾ തന്നെ തനിക്ക് കൂട്ടിക്കൊണ്ട് വന്നുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനാ സച്ചി, അവനാണെങ്കിൽ ആകെ എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചു, ഭാര്യ കള്ളം പറഞ്ഞു എന്ന് ആകെ പറഞ്ഞിങ്ങനെ ഒരു കുപ്പിയാ കുടിച്ച് തീർത്തേന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്റ്റേഷനാണ്. അവിടെ സുധി വീണ്ടും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, എൻ്റെ ഡ്രസ്സ് താനാൻ എത്ര വലിയ ബിസിനസ് മാൻ ആണെന്നറിയോ, അയാളെയാ നിങ്ങൾ തുണിയില്ലാതെ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, പിന്നെ ഇവിടെ വന്ന് ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അവിടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് സുധിയെ ഒറ്റ തള്ളുവാണ്. സുധി നല്ല ബോധമില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഴ്ചയിൽ ആ മൂലക്ക് പോയി നല്ലോണം വീണ് കൈ എന്തോ ആവുന്നുണ്ട്. അപ്പോൾ ആ കൈയും കുടഞ്ഞിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ സച്ചിയും രവീന്ദ്രനും ഒക്കെ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. ഷർട്ടില്ലാതെ സ്റ്റേഷൻ്റെ അകത്തിരിക്കുന്ന സുധിയെ കാണുമ്പോഴേക്കും രവീന്ദ്രൻ ആകെ തകർന്നു പോവാണ്. സച്ചിക്കും സങ്കടാവുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ഇതെന്താ പോലീസുകാർ ഷർട്ടൊക്കെ ഊരി ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഓടിപ്പോയി സുധിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സുധി, മോനെ സുധി, എന്താടാ ഇതെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. ഇതിനാണോടാ നിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, നിനക്ക് എന്ത് പറ്റിയുടെ സുധി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുവാണ് രവീന്ദ്രൻ. എന്നിട്ട് പോലീസിനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇത്, എന്തിനാ ഇവൻ്റെ ഷർട്ടൊക്കെ ഊരി എടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസ് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഷർട്ട് മാത്രമല്ലേ ഊരിയുള്ളൂ, അതോർത്ത് സമാധാനിക്കുക, പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി തട്ടിക്കയറുന്നുണ്ട്, അവനെന്തോ വലിയൊരു കൊലക്കുറ്റം ചെയ്ത പോലെയാണല്ലോ നിങ്ങൾ അവനോട് പെരുമാറുന്നത്, ഇങ്ങനെയൊക്കെ ഷർട്ടില്ലാതെ ഇരുത്താൻ വേണ്ടി അവൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. മദ്യപിച്ച് അലമ്പുണ്ടാക്കിയ പിന്നെ കൊഞ്ചിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോലീസുകാർ സച്ചിയോട്. അപ്പോഴേക്കും അരുൺ സാർ സ്റ്റേഷനിലോട്ട് വരുവാണേ. സച്ചിയെ കാണുന്നതോടെ അരുണിന് ഒന്നുകൂടെ ദേഷ്യം കൂടുവാണ്. ഇയാൾ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട്, ദേ ആ നിൽക്കുന്ന ആളുടെ അനിയനാ ഇതെന്ന് പറയുവാണ്. അപ്പോഴേക്കും അരുണിനുള്ള ദേഷ്യം കൂടി കൂടും. ഓഹോ, ഇവൻ്റെ അനിയനായിരുന്നോ, മൊത്തം കുടുംബവും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുവാണ്. നീയൊരു റൗഡി, നിൻ്റെ ചേട്ടനൊരു മദ്യപാനി എന്നൊക്കെ അരുൺ കളിയാക്കുന്നുണ്ട് സ്റ്റേഷനിൽ. രവീന്ദ്രൻ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയങ്കര സങ്കടമാവുകയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവൻ അങ്ങനെ കുടിക്കുന്ന ഒരാളൊന്നുമല്ല, അവൻ്റെ മനസ്സിൻ്റെ സങ്കടം കാരണമാണെന്നൊക്കെ പറയുമ്പോഴേക്കും സുധി വീണ്ടും അരുണിൻ്റെ അടുത്ത്
പോയി പറയുന്നുണ്ട്, ദേ ആനന്ദ് വന്നിട്ടുണ്ട്, മര്യാദക്ക് സോറി പറയാന്ന് പറയുമ്പോഴേക്കും അരുണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അയാൾ സുധീനോട് തട്ടിക്കയറുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് സുധി ഇത്, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇതൊക്കെ കാണാനാണോ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവരെ നല്ലതുപോലെ വളർത്താനും പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മക്കൾ റൗഡിയും മദ്യപാനിയും ഒക്കെ ആയിത്തീരും എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രനെ ഭയങ്കര സങ്കടമാവാണ്. രവീന്ദ്രനെ അപമാനിക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം കയറി അരുണിനോട് ചോദിക്കുന്നുണ്ട്, താൻ എൻ്റെ അച്ഛനെ ഉപദേശിക്കാൻ വേണ്ടി മാത്രം ആയോടോ എന്ന് പറഞ്ഞ് സച്ചി ചൂടാവാണ്. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ശരിക്കും നിന്നെയും പിടിച്ച് അകത്തിടേണ്ടതാ, അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് കിട്ടും, എൻ്റെ കയ്യിൽ നിന്നെ കിട്ടും, അപ്പോൾ നിന്നെ പിടിച്ച് ഞാൻ അകത്തിട്ടോളാം എന്ന് അരുൺ സച്ചിയോട് ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. രവീന്ദ്രൻ ഇതൊക്കെ കണ്ട് വിഷമിച്ച് നിൽക്കുവാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.